നേമം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുമലയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തിരുമല മങ്കാട് പള്ളി മുതൽ കുശക്കോട് മഹാദേവ ക്ഷേത്രം വരെയുള്ള റോഡിന്റെ ഇരുവശവുമുള്ള കടകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും കയറി വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾ ഉണ്ടായിരുന്നവർ രാജീവ് ചന്ദ്രശേഖറിനെ കണ്ട് വാഹനം നിർത്തി അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്തു. കാൽനട യാത്രക്കാരും രാജീവ് ചന്ദ്രശേഖറിന് വിജയാശംസകൾ നേർന്നു. ഇനിയൊരു മാറ്റം വരണം, അതിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും വോട്ട് താമരയ്ക്ക് തന്നെ എന്ന് പറഞ്ഞാണ് പുത്തങ്കട ജംഗ്ഷനിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന വിജയമ്മ രാജീവ് ചന്ദ്രശേഖറിനെ സ്വീകരിച്ചത്. മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന നന്ദകുമാർ താമരപ്പൂക്കൾ നൽകിയാണ് രാജീവ് ചന്ദ്രശേഖറിന് വിജയാശംസ നേർന്നത്. പൂക്കട നടത്തുന്ന വിനോദ്, പ്രവീൺ എന്നിവർ കടയിൽ നിന്നും വലിയൊരു പുഷ്പഹാരം രാജീവ് ചന്ദ്രശേഖറിന്റെ കഴുത്തിൽ അണിയിച്ചു. എല്ലാവരോടും നന്ദി അറിയിച്ച് വോട്ട് അഭ്യർത്ഥിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നടന്നു നീങ്ങിയത്. തിരുമലയിലെ പര്യടനം കഴിഞ്ഞ് കൈമനം അമൃതനഗറിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ അവിടുത്തെ കീ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കർ GS ആശാനാഥ്, കൗൺസിലർ PS ദേവിമ, സംസ്ഥാന സമിതി അംഗങ്ങളായ തമ്പാനൂർ സതീഷ്, C ശിവൻകുട്ടി, സിറ്റി ജില്ലാ ട്രഷറർ ആലപ്പുഴ കൃഷ്ണകുമാർ, മണ്ഡലം പ്രസിഡന്റ് കരുമം രാജേഷ്, തിരുമല ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ തുടങ്ങിയവരും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉണ്ടായിരുന്നു. തിരുമലയുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് രാജീവ് ചന്ദ്രശേഖർ ഓരോ നിമിഷവും വോട്ട് അഭ്യർത്ഥിച്ചത്. വോട്ട് അഭ്യർത്ഥിക്കാൻ ഇന്നലെ തിരുമലയിലെത്തിയ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ജനങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. വൈകിട്ട് 4:30യോടെയാണ് തിരുമല മങ്കാട് പള്ളിക്ക് സമീപം അദ്ദേഹം ജനങ്ങളെ കാണാൻ ആരംഭിച്ചതും. തിരുമല ടൗൺ ജുമാ മസ്ജിദ് ഭാരവാഹികൾ രാജീവ് ചന്ദ്രശേഖറിന് പള്ളിനടയിൽ സ്നേഹ സ്വീകരണം നൽകി. തിരുമല ജംഗ്ഷനിലെ ചന്ദ്രശേഖരൻ നായരുടെ തട്ടുകടയിൽ നിന്നും ചായ വാങ്ങി കുടിക്കുന്നതിനിടെ കുശലാന്വേഷണവും അതോടൊപ്പം വോട്ടഭ്യർത്ഥനയും അദ്ദേഹം നടത്തുകയായിരുന്നു. തിരുമലയിലെ ചന്തയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കച്ചവടക്കാർ രാജീവ് ചന്ദ്രശേഖറിനോട് പരാതി പറഞ്ഞു. കച്ചവടക്കാർക്ക് യാതൊരു സൗകര്യവുമില്ലെന്നും ശുചിമുറി സൗകര്യം പോലും ഇല്ലെന്നുമുള്ള പരാതി ശ്രദ്ധയോടെ കേട്ട രാജീവ് ചന്ദ്രശേഖർ തന്നെ വിജയിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന ഉറപ്പും കച്ചവടക്കാർക്ക് നൽകി. തിരുമല കുശക്കോട് മഹാദേവ ക്ഷേത്രത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെ ഉപദേശക സമിതി ഭാരവാഹികൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ഉത്സവത്തിന്റെ 1ാം ദിവസമായിരുന്നു ഇന്നലെ. തൃക്കൊടിയേറ്റും കണ്ട് ദീപാരാധനയും തൊഴുതാണ് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിക്കുകയും ചെയ്യും.